ഇതൊരു മനുഷ്യനെ എങ്ങോട്ട് നിർത്തണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഒരു മനുഷ്യനെ എങ്ങനെ വളർത്തണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഒരു മനുഷ്യനെ എങ്ങനെ നിലംപരിശാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസാണ്. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ബുദ്ധി ഉപയോഗിച്ചാലും ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിരലുകൾ കൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല, ഒന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും നിങ്ങൾക്ക് പെർമനന്റ് ഇതിനകത്ത് നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ഒരു ടെമ്പററി പ്രോസസ്സിംഗ് ആണ്. ദാറ്റ് ഇസ് നോട്ട് റോങ് പ്രോസസ്സിംഗ്. അതെല്ലാം ഒരു ടെമ്പററി പ്രോസസ്സിംഗ് ആണ്. ഏതൊരു സൈബർ ഡിറക്ടറും എത്തിക്കൽ ഹാക്കർക്കും നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ കയ്യിരിക്കുന്ന ഈ ഇലക്ട്രോണിക്സ് ഡിവൈസിനകത്തെ സകല സാധനങ്ങളും അവർക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പൊക്കിയെടുക്കും. നമ്മുടെ പല പ്രൈവസികളും ഒരു സൈബർ എത്തിക്കൽ ഹാക്കർക്ക് പൊക്കിയെടുക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് അത്ര വലിയ സുരക്ഷിതമുള്ള കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. ഈ കാലഘട്ടം ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ലോകം നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ചൈനയില് വിചിത്രമായൊരു മത്സരം നടന്നു. ചേഞ്ചിങ് സിറ്റി എന്ന് പറയുന്ന ചൈനയിലെ ആ വൻ നഗരത്തില് വിചിത്രമായ മത്സരം. 100 പേരെ ആ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു, എൻട്രികൾ. അതിൽ 10 പേരാണ് ഫൈനലിലേക്ക് വന്നത്. ഏറ്റവും ദൈർഘ്യമേറിയ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും ദൈർഘ്യമേറിയ സമയം 8 മണിക്കൂർ പിന്നിട്ടു. ആ പെൺകുട്ടിക്കാണ് അവാർഡ് കൊടുത്തത്. ആ പെൺകുട്ടിക്ക് 10 ലക്ഷത്തോളം രൂപ പ്രതിഫലം കിട്ടി. ആ പെൺകുട്ടിക്ക് മറ്റു കളികളിൽ ഇടപെടാൻ പാടില്ല, പുസ്തകം മാത്രം വായിക്കാം. അങ്ങനെ ഇടപെടുന്ന സമയത്ത് ഇവരുടെ മാനസിക നില പരിശോധിച്ചു. ഇവർ അനുഭവിക്കുന്ന മാനസിക വൈകാരിക പ്രശ്നങ്ങൾ എന്താണ്, മൊബൈൽ ഫോൺ ഇല്ലാതെ അനുഭവിക്കുന്ന മാനസിക വൈകാരിക പ്രശ്നങ്ങൾ എന്താണെന്ന് ഇവരെ പരിശോധന നടത്തി. ന്യൂറൽ അലൈൻമെന്റ് പ്രോഗ്രാമിലൂടെ കൗൺസിലിങ്ങിലൂടെ ഒരു സൈക്കാട്രിക് ഇന്റർവെൻഷനിലൂടെ ഇവരെ കടത്തിവിട്ടപ്പോൾ അതിലൊരു പെൺകുട്ടി മാത്രമാണ് 8 മണിക്കൂർ അതിൽ നിന്ന് പൂർണ്ണമായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വിട്ടുന്നത്. അവൾക്കാണ് 1ാം സമ്മാനം ലഭിച്ചത്. നോക്ക്, ലോകം എത്ര മാറിയെന്നറിയും. അപ്പം ഈ ലോകം മുഴുവനും ഇന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്നത് ഒരുപക്ഷെ ഈ സൈബർ യുഗത്തിന്റെ ദുരന്തങ്ങളാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. മൊബൈൽ ഫോൺ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു നിമിഷം ജീവിക്കാൻ പറ്റുമോ? ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നോട് പറയുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. രാവിലെ തൊട്ട് ഉച്ചവരെ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്താൽ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ വർക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ച് പറയും, ഇന്ന് ഓൺലൈനിലൊന്നും കണ്ടില്ലല്ലോ, എന്തൊക്കെ ഓൺലൈനിലൊന്നും കണ്ടില്ലല്ലോ, എന്തേ ചോദിക്കും പലരും. കാരണം അത്രമേൽ സമയം നമ്മൾ ഇതിനകത്ത് വേണമെന്ന് അവരാഗ്രഹിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് സൗഹൃദങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അടുത്ത വീട്ടിലെ മമ്മദിന്റെയും ബീരാന്റെയും കുട്ടന്റെയും ബിജുവിന്റെയും ഫിലിപ്പിന്റെയും ഭാര്യയ്ക്ക് എന്ത് പറ്റി, മകനെന്ത് പറ്റി, അവിടെ അസുഖമുണ്ടോ, അവിടെ സ്നേഹമുണ്ടോ, അവിടെ വിശേഷം നടക്കുന്നുണ്ടോ അറിയാൻ നമുക്ക് സമയമില്ല. അറിയാൻ നമുക്ക് സമയമില്ല. കാര്യം എന്താ? നമുക്കുള്ളതൊക്കെ നമുക്ക് അമേരിക്കയിലും ബ്രിട്ടനിലും അല്ലെ, അങ്ങ് കൊറിയയിലും ഹംഗറി, സ്വീഡൻ, സൗദി അറേബ്യ ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളെ ആളുകളുമായിട്ട് മാത്രമാണ് നമുക്കുള്ള ബന്ധം. അടുത്ത വീട്ടിൽ മമ്മന്റെ ബീരാന്റെ വീടിന്റെ അകത്തുള്ള ഒരു ബന്ധവും നമ്മൾ അറിയുന്നില്ല. കാരണം ഇവന്റെ ആധിക്യം കൂടിയപ്പോ ഇതൊന്നും വേണ്ട. കട്ടിലെ ഭാര്യ ഭർത്താവ് ഇങ്ങനെ കിടക്കുകയാണ്. ഭർത്താവ് ഇങ്ങനെ റെയിൽ കണ്ടി ചിരിക്കുന്നുണ്ട്. ഭാര്യ ചിരിക്കണ്ടോ? അയ്യോ ഭാര്യ ചിരിക്കുക. റീൽസ് 2 പേരും ചിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വരും ചിരിക്കുക. അപ്പൊ ചിരിച്ച് ഭർത്താവ് ഇപ്പം നിലത്തേക്ക് പോകാറായി കട്ടിൽ വന്നു. അപ്പൊ ഭർത്താവ് അങ്ങനെ തള്ളുന്നുണ്ട്, ഇവിടെ നീങ്ങി കിടക്കടി ഇറങ്ങി. ഭാര്യയൊക്കെ ഭാര്യയുടെ ചെവിക്കകത്തൊക്കെ ഇയർ ബഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഭർത്താവും വെച്ചിട്ടുണ്ട്. പിന്നെ ഭാര്യ ചിരിക്കുക, റീൽസ് ഇങ്ങനെ കണ്ട് ചിരിക്കാം, കൂടെ ചിരിക്കാം. ഭർത്താവും ചിരിക്കുന്നുണ്ട്. ഭർത്താവ് കട്ടിലിന് പോകാറായ സമയത്ത് ഭർത്താവ് ഇങ്ങനെ തള്ളി മടുത്തും. അവസാനം ഭർത്താവ് ഒരു മെസ്സേജ്, മുത്തേ ഒന്നും നീങ്ങി കിടക്കടി കൂട്ടാ. അപ്പൊ ഭാര്യ തിരിച്ചൊരു മെസ്സേജ്, ഔ സോറിയുടെ കൂട്ടാ എന്നൊരു മെസ്സേജ് ഭർത്താവ്. അപ്പോ ഒരു കട്ടിലിൽ പോലും ഭാര്യ ഭർത്താക്കന്മാർ മെസ്സേജുകൾ